336 വാഗ്ദാനങ്ങൾ. ഇത് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് ഒരു പ്രതിസന്ധിയാകുമോ? വീട്ടമ്മമാർക്ക് പ്രതിമാസം 2500 രൂപ, എല്ലാ കുടുംബത്തിനും പ്രതിവർഷം 6 സൗജന്യ LPG സിലിണ്ടറുകൾ, സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, വിവാഹിതരാകുന്ന പെൺകുട്ടികൾക്ക് 8 ഗ്രാം സ്വർണ്ണ നാണയവും പട്ടുസാരിയും, നവജാത ശിശുക്കളുടെ അമ്മമാർക്ക് സ്വർണ്ണമോതിരം, ബിരുദധാരികൾക്ക് പ്രതിമാസം 4000 രൂപയും ഡിപ്ലോമക്കാർക്ക് 2500 രൂപയും തൊഴിലില്ലായ്മ വേതനം, കുട്ടികൾ സ്കൂളിൽ പഠനം നിർത്തുന്നത് ഒഴിവാക്കാൻ അമ്മമാർക്ക് വർഷം 15000 രൂപ സഹായം, 5 ഏക്കർ വരെയുള്ള കർഷകരുടെ സഹകരണ ബാങ്ക് വായ്പകൾ പൂർണ്ണമായും എഴുതി തള്ളൽ തുടങ്ങി വാഗ്ദാനങ്ങൾ വെറും തള്ളൽ മാത്രമായും പോകുമോ എന്ന് ആരാധകർ പോലും ഭയപ്പെടുന്നു. ഈ പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ മാസാമാസം 14 കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്ക്. തമിഴ്നാടിന്റെ വാർഷിക വരുമാനം 2025-26 ബജറ്റ് അനുസരിച്ച് ഏകദേശം 3.32 ലക്ഷം കോടി രൂപയാണ്. അതിന്റെ പകുതിയിൽ കൂടുതൽ, അതായത് 1.66 ലക്ഷം കോടി ഈ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രം വേണ്ടിവരുമെന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതുപോലെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയത് നിറവേറ്റാൻ പെടാപ്പാടുപെടുന്ന തെലങ്കാന, മഹാരാഷ്ട്ര സർക്കാരുകൾ ഒന്നിന് പണമില്ലാതെ നട്ടം തിരിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടിക്കാർ വോട്ട് നേടുന്നതിന് വേണ്ടി നൽകുന്ന പൊള്ളയായ വാഗ്ദാനം പോലെ തമിഴ്നാട്ടുകാർ വിജയുടെ വാഗ്ദാനത്തെ കാണുമെന്ന് തോന്നുന്നില്ല. കാരണം വാക്ക് പാലിക്കുന്ന രക്ഷകനായ നായകനെയാണ് അദ്ദേഹത്തിൽ അവർ കാണുന്നത്. പിഴവ് വന്നാൽ അതൊരു വലിയ വഞ്ചനയെ വിലയിരുത്തപ്പെടുകയും സാധാരണക്കാരുടെ മനസ്സിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. 2002 മുതൽ 2025 വരെയുള്ള അദ്ദേഹത്തിന്റെ സിനിമകളും നോക്കും. സമൂഹം നേരിടുന്ന വലിയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഏത് സാഹസത്തിലൂടെയും അത് പരിഹരിക്കുന്ന നായകനാണ് അദ്ദേഹം. 2002 ഇറങ്ങിയ തമിഴൻ എന്ന സിനിമയിൽ നിയമവാഴ്ചയ്ക്കും ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന, ഭരണഘടന നൽകുന്ന അവകാശങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന അഭിഭാഷകനായിരുന്നു വിജയ്. 2013 തലൈവയിലെ വിശ്വയും ജനങ്ങളിൽ ഒരാളായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. കത്തി സിനിമയിലെ വിജയ് കഥാപാത്രങ്ങൾ കർഷകരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഉയർത്തിപ്പിടിച്ച് മണ്ണും ജലവും ഭക്ഷണവും എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് സ്ഥാപിക്കുന്നു. മെർസലിലെ വിജയ കഥാപാത്രങ്ങളായ തലപതിയും വെട്രിയും മാരനും ആണെങ്കിൽ ആരോഗ്യരംഗത്തെ അഴിമതി ചൂണ്ടിക്കാട്ടുകയും എല്ലാവർക്കും മികച്ച ചികിത്സ നൽകി ആരോഗ്യരംഗവും ജീവനും സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നു. 2018 സർക്കാർ സിനിമയിലെ സുന്ദർ രാമസ്വാമി ഒരു വ്യക്തിയുടെ വോട്ടിന്റെ മൂല്യവും പൗരന്റെ അവകാശങ്ങളും വ്യക്തമാക്കി. 2019 ബിഗിൽ സിനിമയിലെ ഫുട്ബോൾ കോച്ച് സ്ത്രീകളുടെ കായിക സ്വപ്നങ്ങളെക്കുറിച്ചും വിവാഹശേഷമുള്ള സ്ത്രീ ജീവിതത്തെക്കുറിച്ചും സ്ത്രീകൾക്കെതിരായുള്ള ആക്രമണങ്ങളിലെ അതിജീവനത്തെക്കുറിച്ചാണ് പറയുന്നത്. വിജയ് തന്റെ സിനിമയിലൂടെ മുന്നോട്ട് വെച്ച ഈ പ്രശ്നാധിഷ്ഠിത വിഷയങ്ങളൊക്കെ തമിഴ്നാട്ടിലുണ്ടായിരുന്നതും ഇപ്പോൾ നിലനിൽക്കുന്നതുമാണ്. അഴിമതിക്കെതിരെയുള്ള തീവ്ര പോരാട്ടമാണ് സിനിമയിലൂടെ വിജയ് നടത്തിയത്. അതിനുവേണ്ടിയുള്ള സമരങ്ങൾ സാധൂകരിക്കുന്ന തമിഴ് മനസ്സ് പോലും അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അദ്ദേഹം ഒരു സാങ്കല്പിക കഥാപാത്രമല്ല, പലതുകൊണ്ടും തകർന്നു പോയൊരു സിസ്റ്റത്തിന്റെ പ്രഥമ പൗരനായി മാറിയിരിക്കുന്നു. ഇത്ര കാലവും കഥാപാത്രങ്ങളിലൂടെ താൻ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ആളായി മാറിയിരിക്കുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് ഇത് പരിഹരിക്കാനാവില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോയാൽ അദ്ദേഹത്തെ ദൈവമായും വീരപുരുഷനായും കണ്ടിരുന്നവരെല്ലാം പിന്നാക്കം പോകും. അങ്ങനെ ആ മഹാപുരുഷൻ മറ്റുള്ളവരെ പോലെ തികച്ചും സാധാരണക്കാരനായി മാറുകയും മറ്റുള്ളവരെ പോലെ വെറുമൊരു രാഷ്ട്രീയക്കാരൻ മാത്രമായി പരാജയപ്പെടുകയും ചെയ്യും. എങ്കിലും മുഖ്യമന്ത്രിയായ ശേഷം വിജയ് ആദ്യം ഒപ്പുവെച്ച ഫയലുകൾ സ്ത്രീ സുരക്ഷയും സൗജന്യ വൈദ്യുതിയും ലഹരി വിരുദ്ധ പോരാട്ടവും ആയതുകൊണ്ട് അദ്ദേഹത്തിന് തമിഴ്നാട്ടുകാരുടെ മാത്രമല്ല ഇന്ത്യക്കാരുടെ മുഴുവൻ കയ്യടി നേടാനായിട്ടുണ്ട്. ഇതുപോലെ തന്റെ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കാനായാൽ അദ്ദേഹത്തിന് ദളപതിയായി വാഴാം.